ഇന്നൊരു സൺഡേ വ്ളോഗാണ്. നമ്മുടെ മാതൃഭാഷ വീക്കെൻഡിന് റെസ്റ്റ് ഡേ ആണ്. പണി വരുന്നുണ്ട് അവറാച്ച. ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. മാമി ഇവിടെ തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അടിപൊളി അടിപൊളി. മമ്മി നമ്മുടെ മാതൃഭാഷ ചിൽഡ്രൻസ് ഡേയുടെ ബർത്ത്ഡേയാ? വെരി ഗുഡ്. നമ്മുടെ സ്റ്റേറ്റ് ഏതാ? സ്റ്റേറ്റ് അത് കൺട്രി. സ്റ്റേറ്റ് അപ്പോൾ കറക്റ്റ്. ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്താ? ആലോചിക്കാതെ കുറച്ച് ക്ലൂ തരാം. അമ്മ പറയത്തില്ല, മാമി പറ. മോഹൻ. എടി നീ ഫുള്ളും പറഞ്ഞല്ലേ, പറയണേ അങ്ങോട്ട്. മോഹൻ. മിടുക്കി, കൊച്ചു മിടുക്കി. സൺഡേ ആയതുകൊണ്ട് വീക്കെൻഡിന് റെസ്റ്റ് ഡേ ആണ്. മാമി നമ്മളിന്ന് എവിടെയാ പോകുന്നത്? അമ്മമ്മേനെ മുത്തശ്ശി. അതായത് അച്ഛമ്മയുടെ ആരാ? അവിടെ പോലെ നിന്റെ മുത്തശ്ശി. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്ത്, അതായത് വിക്കിയുടെ അമ്മയെ കാണാൻ പോവാണ്. പാലക്കാടുള്ള ചെട്ടിക്കുളം എന്നുള്ള സ്ഥലത്താണ് അമ്മമ്മ എളുപ്പമുള്ളത്. അപ്പോൾ ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് കരുതുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അച്ഛൻ തോൽക്കില്ല ഒരാളെ മുമ്പിലും. അച്ഛൻ്റെ എല്ലാ തകർച്ചയ്ക്കും ചെറിയ പൂച്ചക്കുട്ടി. അതാ അമ്മ എന്താ ചെയ്യുന്നത്? ശരിക്കും പൂച്ചക്കുട്ടി പോലത്തെ ചിന്തട്ടോ. അയ്യോ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ വാമി വൻ ഹാപ്പിയാണ്. അതുപോലെ അമ്മ ഇന്ന് ഹാപ്പിയാണ്. കുറച്ച് നാളുകളായിട്ട് അമ്മ പോയിട്ടില്ല വീട്ടിലോട്ട്. അപ്പോൾ നമ്മളിന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയും വൻ ഹാപ്പിയായി. സൺഡേ ആയതുകൊണ്ട് വീക്കെൻഡ് റെസ്റ്റ് എടുക്കുവാണ്. പക്ഷേ പണി വരുന്നുണ്ട് അവറാച്ച. ഏകദേശം ഒരു 8-9 മന്ത്സോളമായി വാമിയുടെ ഹെയർ ഒന്ന് ട്രിം ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു വാമിയുടെ ഹെയർ കൂടെ ഒന്ന് ട്രിം ചെയ്തേക്കാമെന്ന്. മുൻപ് ഞാൻ പറഞ്ഞില്ലേ പണി വരുന്നുണ്ട് അവറാച്ചാന്ന്. ആ പണിയാണ് വിക്കിയുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണി എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ വിക്കറ്റും കാറ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാറൊക്കെ വൻ ഷോക്കായിട്ടായിരിക്കാറ്. അപ്പോൾ വിക്കറ്റും വാക്യൂം ചെയ്യുവാണ്. ഇവൻ ആൾ പുലിയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഹസ്ബൻഡിനെ അല്ല. ഈ ഒരു വാക്യൂം ക്ലീനറാണ്. വെറും 600 റുപ്പീസിൽ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റാണ്. പക്ഷേ ഒരു 30 മിനിറ്റ്സൊക്കെ ഇതിൻ്റെ ബാറ്ററി നിൽക്കത്തുള്ളൂ. റീച്ച് ചെയ്ത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി.
ലവ് ലാപ്പിൻ്റെ ആൽഫ സ്ട്രോളർ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഓൺ ടച്ച് ബട്ടണോടുകൂടി ഓപ്പൺ ആകും കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത് ഈ ഓൺ ടച്ച് ബട്ടണോടുകൂടി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കണ്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും. 5 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് എന്ന് പറയുന്നത് ഇതൊരു ബക്കിൾ പ്രൊവൈഡ് ചെയ്ത് നല്ല സേഫ് ആയിട്ട് കുഞ്ഞിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ, ഗ്രിപ്പോട് പിടിക്കാനൊക്കെയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട് കണ്ടോ. ഇത് വെച്ച് നമുക്ക് കുഞ്ഞടോ ലെഗൊക്കെ നമ്മൾ കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ഫ്രണ്ട് വീൽ വരുന്നുണ്ട് കണ്ടോ. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ, വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് കണ്ടോ ചുറ്റിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഈ ഒരു കണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വീൽ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഒരു ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ വീൽ വരുന്നത് ഒരു ബ്രേക്കോട് കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ള സമയം നമുക്ക് ഈ കണ്ടോ ബ്രേക്ക് വെച്ച് കണ്ടോ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല ഈ ഒരു സ്ട്രോളർ. പിന്നെ എക്സ്ട്രാ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് റിസ്റ്റ് ബാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു റിസ്റ്റ് ബാൻഡ് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയാൽ പോലും ഇത് കണ്ടോ സ്കിപ്പാവാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാനപ്പി, നല്ല എക്സ്റ്റെൻഡബിൾ കാനപ്പി കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല പ്രീമിയം ലുക്കോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് കേട്ടോ നമ്മൾക്ക് കുഞ്ഞിനെ കാണാനായിട്ട് ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോ മീൻസ് ഒരു ലുക്കിംഗ് വിൻഡോ ആണത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. അത് മാത്രമല്ല നമ്മൾക്ക് ഈ കാനപ്പി ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് കണ്ടോ ഇത് നമ്മൾക്ക് കാനപ്പിയുടെ എക്സ്റ്റൻഷൻ കുറയ്ക്കാം കണ്ടോ. അതങ്ങനെ അത് ക്ലോസ് ആയി. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മെയിൻലി പറയാനുള്ളത് നമ്മൾ കുഞ്ഞിനെ ട്രാവൽ ചെയ്യുമ്പോൾ അഥവാ അവർ ഉറങ്ങിപ്പോയാലും നല്ലൊരു ബെസ്റ്റ് ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ പോലെ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഫുഡ് റെസ്റ്റ് നമുക്കിങ്ങനെ കയറ്റി വയ്ക്കുക. അതുപോലെ 3 റിക്ലൈനിങ് പൊസിഷൻസ് ഉണ്ട്. അതെ ഇവിടെ വരുമ്പോഴത്തേക്കും 3 റിക്ലൈനിങ് പൊസിഷൻസ് ഉണ്ട് കണ്ടോ. അഥവാ കുഞ്ഞ് കിടക്കുന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിടത്തി റിക്ലൈൻ ചെയ്യിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഫുഡ് റെസ്റ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ കുഞ്ഞ് നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങാനുള്ളൊരു കംഫർട്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് റീക്ലൈനിങ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുത്തിയൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾക്ക് ആ റീക്ലൈനിങ് പൊസിഷന് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ബെൽറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ സെക്കൻഡ് റീക്ലൈനിങ് പൊസിഷനായി. ഇപ്പോൾ തേർഡ് സിറ്റിംഗ് പൊസിഷൻ കൊടുക്കണമെങ്കിൽ നല്ലൊരു സിറ്റിംഗ് പൊസിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കാം കണ്ടോ. അപ്പോൾ നല്ലൊരു സിറ്റിംഗ് പൊസിഷനും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അഥവാ കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് ഈ കാണണമെങ്കിൽ ഇത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ലുക്കിംഗ് വിൻഡോ ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് കുഞ്ഞിന് വെന്റിലേഷനും കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് കുഞ്ഞിൻ്റെ ആ ഒരു പൊസിഷനിങ് എല്ലാം നോക്കാൻ പറ്റിയ ഒരു ലുക്കിംഗ് വിൻഡോ ആണ്. നല്ല വെന്റിലേഷനും കിട്ടുന്ന ഒരു നല്ലൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. നോ ബംപ് ഷോക്ക് അബ്സോർപ്ഷനാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിക്ക് നമ്മളെ ഫേസ് ചെയ്ത് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് കുഞ്ഞിനെ തിരിച്ച് റിവേഴ്സ് ഫേസിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. സ്വിച്ച് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾക്ക് കണ്ടോ ഇങ്ങനെയുണ്ട്. ഇതാകുമ്പോൾ ഫ്രണ്ട് ഫേസിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞിനെ നോക്കി സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ പോവാം കുഞ്ഞിനെയും കൊണ്ട്.
നല്ല മഴയാണ് ഇവിടെ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. അമ്മയുണ്ട്, അതുപോലെ ആദ്യമുണ്ട്. ഇത് വിക്കിയുടെ ഏട്ടൻ്റെ മോനാണ്. വിക്കിയുണ്ട്, ഞാനുണ്ട്, മാമിയുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പാലക്കാട് ചെട്ടികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു വയൽ പ്രദേശങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാടം അങ്ങനെ കിടക്കുവാണ്. പിന്നെ നല്ല വെയിലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ മഴയൊക്കെ വന്നത്. അപ്പോൾ പാടത്തൂടെയൊക്കെയാണ് നമ്മുടെ യാത്ര. അങ്ങനെ ഞങ്ങളിത് വീട്ടിലോട്ട് എത്താറായി. ഇതാണ് അമ്മയുടെ വീട്, അതായത് വിക്കിയുടെ അമ്മയുടെ വീട്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവൊക്കെ നിൽപ്പുണ്ട്. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ അമ്മമ്മയും അതുപോലെ തന്നെ അമ്മയുടെ അനിയനുമാണുള്ളത്. ഇത് നിൽക്കുന്ന അമ്മയുടെ അനിയനാണ്, പ്രദീപ് എന്നാണ് പേര്. ഇതാണ് അമ്മയുടെ അമ്മ. മുത്തശ്ശി 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 ഇതാ തുടങ്ങി. ഇതാരാ ഇതാരാ കൊത്താമരം തോന്നുന്നുണ്ട്. അല്ലല്ല, അത് തലയല്ലോ, അത് ചിറകില്ലേ, അത് ചിറകില്ലേ. രണ്ടെണ്ണം മൂന്നെണ്ണത്തോളം വരുന്നു. ഞങ്ങളുടെ വീട് റോഡ് സൈഡ് തന്നെയല്ലോ. ഇത് ആദ്യം നോക്കി നോക്കിയേ. ഞാൻ ആദ്യം മാമിയും കൂടെ ഇവിടെ ഓടിക്കളിക്കുവാണ്. പുഷ്പ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോഴത്തേക്കും കുറേ മാങ്ങയൊക്കെ തന്നയച്ചു. അങ്ങനെ ഞങ്ങൾ പാലക്കാടെത്തി. അച്ഛനിന്ന് തിരക്കായതുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. കുറച്ച് കൊടുക്കട്ടെ. തരാലോ. സ്പൂൺ
അങ്ങനെ ഫുഡിങ് കഴിഞ്ഞു. ഡീനിയൻ റെസ്റ്റോറൻറ്റിൽ ഒരു കിഡ്സ് ഏരിയ ഉണ്ട്, അപ്പോൾ ആക്ടിവിറ്റീസിനായിട്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.